അർമേനിയൻ ഓർത്തഡോക്സ് ചർച്ച്, റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്, സിറിയൻ ഓർത്തഡോക്സ് ചർച്ച്, ഇതെല്ലാം പ്രാദേശിക സഭകളാണ്. ആ സഭകൾ സ്വതന്ത്രമായി അതാത് ദേശത്ത് നിലനിൽക്കുകയാണ്. വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം കഴിഞ്ഞാൽ റോമാസഭ കാണാം. റോമർക്ക് എഴുതിയ ലേഖനം റോമാസഭ. പിന്നെ നമ്മൾ കാണുന്നു കോരിന്ത്യ സഭ, ഗലാത്യ സഭ, എഫേസ്യ സഭ. ഇതെല്ലാം ഓരോ പ്രദേശങ്ങളാണ്. കോരിന്ത്യ സഭ റോമാസഭയുടെ കീഴിലായിരുന്നോ? ഗലാത്യ സഭ എഫേസ്യ സഭയുടെ കീഴിലായിരുന്നോ? അങ്ങനെ കീഴിലായിരുന്നില്ല. പ്രാദേശികമായി ക്രിസ്തീയ സഭകൾ രൂപം കൊണ്ടപ്പോൾ ആ സഭകൾക്കെല്ലാം ആ ദേശത്തിൻ്റെ പേര് വന്നു, അതിൻ്റെ ഭരണ സംവിധാനവും ഉണ്ടായി. അങ്ങനെ ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഈ സഭ മലയാള ദേശത്തുള്ള മലങ്കര സഭ എന്ന് അറിയപ്പെട്ടു.